Hi dears, it's me, MS and It's me Adarsh from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. സോ ഡിയർ എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, ഇതാ നാളത്തെ ഓണപരീക്ഷാ പേപ്പറിൽ സോഷ്യൽ സയൻസിൻ്റെ ജോഗ്രഫി പരീക്ഷയിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിലുള്ളത് നമ്മുടെ സ്വന്തം AD സാറാണ്, ആദർശ് സാറാണ്. ജോഗ്രഫിയുടെ AD സാറോടെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. മൂന്ന് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാര്യം അങ്ങോട്ടേക്ക് ഒരു സ്നേഹം തരുമ്പോൾ ഇങ്ങോട്ടേക്കും ഒരു സ്നേഹം വേണം അല്ലേ? അങ്ങോട്ടേക്ക് എന്തെങ്കിലും തന്നാൽ അങ്ങോട്ടേക്ക് തരണ്ടേ? സോ ഒന്ന് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ചെറുപ്പക്കാരാ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. താഴെ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്യും. എന്തിനാണെന്നറിയോ? ഇന്നലേക്ക് ഇട്ട് വെച്ച ചോദ്യങ്ങളും വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. SSLC കഴിയുന്നത് വരെ നിങ്ങൾക്ക് വേണ്ട എല്ലാ അപ്ഡേറ്റുകളും വാട്സപ്പ് ചാനലിലൂടെ കിട്ടിയിരിക്കും കേട്ടോ. ഉഷാറായി എൻഗേജിങ് ആയി മൈൻഡ് മാപ്പും ഷോർട്ട് ട്രിക്സും പിന്നെ നമ്മുടെ മൈക്രോബിറ്റ്സും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ വാട്സപ്പ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യടാ. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാര്യം മറ്റുള്ളവർ അറിയട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിടുക. MS സൊല്യൂഷൻസിലെ പ്രഡിക്ഷൻ വീഡിയോ ഇതാ ഈ ചോദ്യങ്ങളോടെ പറഞ്ഞത്. ഈ ഒരു വീഡിയോ നീ മൊത്തം കാണുക, എന്നിട്ട് ഇത് പഠിക്ക്. നമുക്ക് പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാമെന്നല്ല, പരീക്ഷാ ഹാളിൽ നിന്ന് പരസ്പരം എന്ത് ചെയ്യുക, കൈമാറാമെന്നല്ല, ഇരുന്ന് നന്നായിട്ട് മാർക്ക് വാങ്ങാം എന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക. ഒരു ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലും പോലെ ചൊല്ലുക എന്നുള്ളതാണ്. കത്തിയില്ലല്ലോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. 2 മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. 3 ലൈക്ക് ചെയ്യണം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ സെറ്റായിട്ട് നമ്മളിതാ ക്വസ്റ്റ്യൻസിലേക്ക് പോയില്ല മാഷേ? യെസ് മാഷ, സൗണ്ടൊക്കെ പോയിട്ടുണ്ടോ? മണിക്കൂറുകളോളം ക്ലാസ് എടുത്ത, പക്ഷെ മാഷ നമുക്ക് പ്രവചിക്കാനേ അറിയുള്ളൂ കേട്ടോ. നമുക്ക് പഠിപ്പിക്കാനറിയില്ല. അങ്ങ് പ്രവചിക്കാനുള്ള അറിയുള്ളൂ. യെസ് ഇതാ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. യെസ് മാഷേ, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഓക്കെ, ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതല്ലെങ്കിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ആഗോള മർദ്ദമേഖലകളാണ്. അതിൽ തന്നെ നമുക്ക് സൈക്ലോൺ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ആന്റി സൈക്ലോൺ, അത് ഒരു ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. ഉൾപ്പെടുത്തണം. അതും മക്കൾ എന്തായാലും എന്തായിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, ആദ്യത്തെ. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം, താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകളെ കുറിച്ചോ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതുകൊണ്ട് MS സൊല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്ത് പറയുന്നു, SSLC പോരാ കളറൊന്നും നമുക്കൊരു വൈബിട്ടുന്നില്ല മാഷേ. ആ MS-ന്റെ കളറൊന്നും കൊണ്ട് പറയുമ്പോൾ ആ ബ്ലൂ കളറുള്ള കളർ MS 3 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ കളറാ. യെസ്, പോയി. യെസ്, ഇത് MS ഉണ്ടാക്കിയ കളറായത്. പലരും കോപ്പി അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? സോ SSLC ഓണം എക്സാം 2025 എഴുതി വെച്ചോ, മാർക്ക് ചെയ്ത് വെച്ചോ. ഇതേ ഈ ഒരു ചോദ്യങ്ങൾ 2-ലേതോ ഒന്ന് നമുക്ക് ഓറിട്ട് പറയല്ലേ. 2ഉം ചോദിച്ചേക്കാം, പക്ഷെ എങ്കിലും 2-ലേതോ ഒന്ന് പഠിച്ചിട്ട് പോകണം. അപ്പം എന്ത് ചെയ്യും, 2ഉം പഠിക്കും. 2 നമുക്ക് വേണേ ഒന്ന് പറയാം, പക്ഷെ നമ്മൾ പറയില്ല. നമ്മൾ പ്രവചിക്കാനുള്ള അറിയുള്ളൂ. അടുത്തത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതും ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. അപ്പോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൺസൂൺ കാറ്റുകൾ. അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മേഘങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം എന്ന് വെച്ചാൽ വ്യത്യസ്ത തരം മഴകൾ നമുക്ക് ഒരിക്കലും വിട്ടളയാൻ പറ്റാത്ത ഒരു ഭാഗം കൂടിയാണ്. വ്യത്യസ്ത തരം മഴകളിലെ അതിൽ 3 ടൈപ്പ് തന്നെ നമ്മൾ, സ്പീഡിലുള്ള മഴ, കുറഞ്ഞ മഴ, അങ്ങനെയല്ല. ഓറോഗ്രാഫിക് ഉണ്ട്, അതുപോലെ തന്നെ സൈക്ലോണിക് ഉണ്ട്, അതുപോലെ തന്നെ കൃത്യമായിട്ട് കൺവെൻഷണൽ റെയിൻഫാൾ എന്ന് പറയുന്നത് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് അതിൽ ഇൻക്ലൂഡ് ആണ്, അത് ഇമ്പോർട്ടന്റും ആണ് നമ്മുടെ. അപ്പൊ നമുക്കിവിടെ ഇതാലല്ലേ മാഷേ, SSLC ഓണം എക്സാം 2025 എഴുതി വെച്ചോ. എന്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ മൺസൂൺ വിൻസിനെ കുറിച്ച് കൃത്യമായിട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് പഠിച്ചു വെക്കാം. കൂടെ തന്നെ ടൈപ്സ് ഓഫ് റെയിൻഫാൾ എന്തിനാണെന്നറിയോ? പഠിച്ചു വെച്ചോ, പ്രവചനല്ലേ. അതെന്താ അറിയോ, ഈ മൺസൂൺ കാറ്റുകൾ ഓൾറെഡി അവർ 9 സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 10th-ലേക്ക് വരുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ ഒരിക്കലും ആരും വിടാത്ത ഒരു സാധനമാണ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ മാറ്റം അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം. അതിൽ തന്നെ നമ്മൾ ഒരിക്കലും വിടാത്ത ഒരു സാധനമാണ് ഗ്ലോബൽ വാർമിംഗും ഗ്രീൻ ഹൗസ് എഫക്റ്റും. അതെന്തായാലും വരുമല്ലോ. ഇതൊന്നും വലിയ പ്രഡിക്ഷൻ ഒന്നും അല്ല, പക്ഷെ എങ്കിലും ഇത് പ്രഡിക്ഷൻ ആണ്, പ്രവചിക്കാനല്ലേ അറിയൂ. അതെ. സോ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം.
അതല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടുകൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യം. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, അതിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് അവരോട് പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ, മാപ്പ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിൽ അധികം അവരോട് അനലൈസ് ചെയ്യാൻ വേണ്ടി മാപ്പ് വെച്ചിട്ട് അവരോട് ചോദിക്കും. ഇനി അഥവാ ഈ പരീക്ഷയ്ക്ക് പ്രഡിക്ഷൻ ഒന്നും വന്നില്ലെങ്കിൽ എനിക്കും അത് പറയാനുള്ളത് അത് തന്നെയാണ്, മാപ്പ്. യെസ്, അപ്പോൾ മാപ്പ് എന്ത് ചെയ്യണം, നമുക്ക് ഉഷാറായിട്ട് പഠിക്കാൻ കേട്ടോ. അപ്പോൾ മിതോഷ്ണ പുൽമേടുകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ മാഷേ. യെസ്, ഇതും സെക്കൻഡ് ചാപ്റ്റർ തന്നെയാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. കുറച്ചുകൂടി ഒരു എസ്സേ ടൈപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയും അതുപോലെ തന്നെ സാവന്ന കാലാവസ്ഥാ മേഖലയും. ഇതിൽ രണ്ടിലും എന്താ കാര്യം എന്ന് വെച്ചാൽ രണ്ടും രണ്ട് തരത്തിലുള്ള കാലാവസ്ഥാ മേഖലകളാണ്. സാവന്ന എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയാ ഉഷ്ണം, അല്ലെങ്കിൽ അതെ ട്രോപ്പിക്കൽ കുറച്ചൊക്കെ സാമന്ത അങ്ങനെ നടിയുണ്ടല്ലേ സാമന്ത. ഇത് സാവന്ത. ആ പാട്ടിനോട് മറന്നു, ഏതിനോടാ അവളെ രജനികാന്തിന്റെ പാട്ട്? മെഡിറ്ററേനിയൻ എന്ന് പറയുമ്പോൾ അത് മെഡിറ്ററേനിയൻ സീനോട് അനുബന്ധിച്ച് കിടക്കുന്നതാണ്. സാവന്ന എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു നമ്മൾ മസായി ഗോത്ര വിഭാഗം. മസാല ഇതെല്ലാം കളക്ഷൻ ഉണ്ടല്ലോ. അല്ല, ജുനൈദ് സാർ അപ്പുറത്തുണ്ടായിനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഫുള്ള് ബയോളജിയാണ് വരുന്നത്. ഓക്കെ, ബയോളജിക്കൽ പ്രൊഡിക്ഷൻ ആണല്ലോ. അടുത്തത് ഇത് ഏറ്റവും ഫോർത്ത് ചാപ്റ്ററിലുള്ളതാണ്, അതായത് എക്കണോമിക്സിന്റെ ഭാഗത്തുള്ളതാണ്. ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഘടന. ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഘടന, സ്ട്രക്ചർ ഓഫ് കൺസ്യൂമർ കോഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് 3 ഘട്ടങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെ, കോടതികളെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നോട് ചോദിച്ചാൽ മതി, എത്ര നിയമങ്ങൾ ഞാൻ കണ്ടതാണ്. ഓർ നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം കൺസ്യൂമർ വിദ്യാഭ്യാസം തന്നെയാണ്, അതായത് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഭാഗം. ഇത് നമുക്ക് ഇങ്ങനെ കട്ടി തന്നെ ചെയ്ത മാഷേ. SSLC ഓണം എക്സാം 2025 എഴുതി വെച്ചോ, മാർക്ക് ചെയ്ത് വെച്ചോ. 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ഓഫ് കൺസ്യൂമർ കോഡ്സ്, അതല്ലെങ്കിൽ കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അതെ കുറച്ച് SSLC ഓണം എക്സാം 2025. യെസ്, അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ഇത് കോടതിയാണെങ്കിൽ ഇത് വിദ്യാഭ്യാസമാണ്. ഇത് എന്നിലുണ്ട്, ഇത് നമ്മുടെ നിയമത്തിലുണ്ട്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനോടെ എന്തായാലും ഒഴിവാക്കരുത് ഈ ക്വസ്റ്റ്യൻ. കാർഡിനൽ ഉപയുക്തതാവാദം ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ എഴുതി മാഷെ, നിങ്ങൾ എഴുതി, അങ്ങനെ എഴുതി, നിങ്ങളങ്ങോട്ട് എഴുതട്ടെ, പൊട്ടട്ടെ കൊണ്ട്. ഓക്കെ, 2025 എനിക്കത്ര പരിചയമല്ലോ. SSLC 2025 SSLC ഓണം എക്സാം യെസ്, നമ്മളിങ്ങനെ ഇതാ SSLC ഓണം എക്സാം 2025 ഈ ചോദ്യം ചോദിച്ചിരിക്കും. എനർജി തന്നെ പറയും. 2025 SSLC ഓണം എക്സാമിന് ഇതാ ഈ കാർഡിനൽ ഉപയുക്തതാവാദം, കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഉറപ്പായും ചോദിച്ചിരിക്കും മക്കളെ, ഉറപ്പായും ചോദിച്ചിരിക്കും. ഇല്ലെങ്കിൽ സാറ് താടി മുടിയും പഠിക്കും. അയ്യോ അവസ്ഥ. അത് പറയണോ AD സാർ, നമ്മുടെ ആദർ സാറ് താടിയും മുടിയും പഠിക്കണം. താടി പഠിക്കൂ. ഇത് വന്നിട്ടില്ലെങ്കിൽ പൊന്നുമക്കളെ, കാർഡിനൽ ഉപയുക്തത വാദം വന്നിട്ടില്ലെങ്കിൽ സാറ് വാദം പിടിച്ച ലുക്കിൽ ഇവിടെ വരും അല്ലേ മാഷേ? താടി പഠിക്കണം വിചാരിച്ചിരുന്നു. ആയിക്കോട്ടെ, എനിക്കതില്ലാത്തോണ്ട് നമ്മളെങ്ങനെ. കഴിഞ്ഞേ. സോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടിയോട് ഇത്രേ പറയാനുള്ളൂ. എല്ലാത്തിനെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡീപ്പിലേക്ക് ഇറങ്ങരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ടെക്സ്റ്റ് ബുക്ക് അങ്ങോട്ട് ഇറക്കി കലക്കി കുടിക്കാം. പരീക്ഷ ടഫാവാൻ സാധ്യത 100%. കാരണം എന്താണെന്ന് അറിയോ, സോഷ്യൽ സയൻസ് ആണ്, 80 മാർക്കാണ്. 80 മാർക്കിൻ്റെ കഴിഞ്ഞ 3 വിഷയങ്ങളും കുട്ടികൾക്ക് സമയപരിധി എന്ന് പറയുന്നൊരു ഘടകം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പരീക്ഷ 80 മാർക്ക്, ചോദ്യങ്ങളൊക്കെ എളുപ്പമാണ്, പക്ഷേ എഴുതി വന്നപ്പോൾ ആ ഒരു ഒഴുക്ക് കിട്ടിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. മാത്സ് പരീക്ഷ ചോദ്യങ്ങളെല്ലാം കടും കട്ടിയായിപ്പോയി, വളരെ ഹാർഡായിരുന്നു. പക്ഷേ പഠിച്ചത് വെച്ച് എന്തൊക്കെയോ തൃപ്തികരമാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു നോക്കി, പക്ഷേ ചിന്ത ഇങ്ങോട്ട് എത്തിയില്ല. 2.5 മണിക്കൂറും കവിഞ്ഞൊഴുകിയപ്പോൾ ആ ചിന്തകളിലൂടെ പെണ്ണ് വർക്ക് ചെയ്തില്ല, അവിടെയും സമയം കിട്ടിയിട്ടില്ല. ഇതാ 3ാമത്തെ സോഷ്യൽ സയൻസ് കടന്നു വരുന്നു. 80 മാർക്കിൻ്റെ വിഷയമാണ്, സമയം കിട്ടാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ നിങ്ങളത് എഴുതി വരുമ്പോൾ നിങ്ങളുടെ മെമ്മറി ഇങ്ങനെ വർക്ക് ചെയ്യണ്ടേ, ഓരോന്ന് ഉപഭോക്തൃ കോടതി പണ്ടാരമൊക്കെ ഓരോന്നിങ്ങനെ ആലോചിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ എഴുതാൻ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും. മലയാളം മീഡിയക്കാർക്ക് ആ മലയാളത്തിൻ്റെ വാക്യം കിട്ടണം, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ആ ഇംഗ്ലീഷ് വാക്ക് കിട്ടണം. അങ്ങനെ ഒരു എസ്സേക്ക് എഴുതി വരുമ്പോൾ
വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. സിമ്പിളായിട്ട് പറയാം, 1 മാർക്കിൻ്റെത് ഒരു 1 വേർഡ് ആയിരിക്കും, 2 മാർക്കിൻ്റെത് 2 പോയിന്റ് ആയിരിക്കും, 3 മാർക്കിൻ്റെത് 3 പോയിന്റ്, 4 മാർക്കിൻ്റെത് 4 പോയിന്റ്, 5 മാർക്കിൻ്റെത് 5 പോയിന്റ്, 6 മാർക്കിൻ്റെത് 6 പോയിന്റ്. അപ്പോൾ നിങ്ങളായിരിക്കും സാർ എസ് എ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എസ് എ എത്ര മാർക്കിനാണ് ചോദിക്കാറ് പൊതുവെ? എസ് എ ലാസ്റ്റ് 5 മാർക്കിനോട് 5 മാർക്ക്. അപ്പോൾ 5-ന് 5 പോയിന്റ് എന്ന് ഉദ്ദേശിച്ചത് 5 പോയിന്റ് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് എസ് എ പോലെ അങ്ങോട്ട് എഴുതുക, അത്രയേ ഉള്ളൂ കേട്ടോ. 5 പോയിന്റ് നിങ്ങൾ അങ്ങോട്ട് പഠിക്കുക, അതിനെ നിങ്ങളൊരു എസ് എ മോഡൽ എഴുതി കൊടുക്കുക. സോ സിമ്പിളായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ആപ്പിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും എസ് എക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ അടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ പോയിന്റ് വൈസാണ് കുട്ടികളെ പഠിപ്പിച്ചത്, ട്രിക്കിലൂടെയാണ് പഠിപ്പിച്ചത്. അതിനൊക്കെ നമുക്ക് ഇവിടെ പറയാൻ, ഈ ഒരു പ്രൊഡിക്ഷൻ വീഡിയോയിൽ പറയാൻ ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ രാവിലത്തെ ഹോളിക്സ് റിവിഷനിലേക്ക് കയറി വരില്ല, പക്ഷേ രാവിലെ 4 മണിക്ക് നിങ്ങൾ ഹോളിക്സ് റിവിഷനിലേക്ക് കയറി വരിക, അവിടെ ഞങ്ങളുണ്ടാകും. ദേ പോയി ദാ വന്നു, ഇറ്റ്സ് മീ MS ആൻഡ് ആദർശ്. ഞാൻ അതേഴ്സ് വിചാരിച്ചു. സോ ഫ്രം MS സൊല്യൂഷൻസ്, ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.